ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് തുടയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറിയിട്ടുകൊണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം എണ്ണ കൂടുതലായിട്ട് തന്നെ വേണം. അപ്പോൾ കൂടുതലായിട്ട് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിൽ കൂടുതൽ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ കൂടുതലുണ്ടായാൽ നമ്മുടെ അച്ചാർ കൂടുതൽ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരണം. ചെറുതായിട്ട് ഒന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വാടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണ്ട. ഒരുവിധം വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സമയത്ത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് വേണം. 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മണം വരുന്ന സമയത്താണ് നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കേണ്ടത്. ഈന്തപ്പഴം ഒരു 20 എണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞിട്ട് 1-2 പീസാക്കി നമുക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കീറിയെടുത്താൽ മതി. നല്ലതുപോലെ മസാലകൾ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതിൽ ആവിയിലിരുന്ന് തന്നെ ഇതൊന്ന് വെന്ത് വരും. ഈ സമയത്ത് നമ്മുടെ ഈന്തപ്പഴത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈന്തപ്പഴമൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഈ സമയത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈന്തപ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താലേ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അച്ചാറാണ്. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക്, അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഈന്തപ്പഴം അച്ചാർ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണുകൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ കുറേ നാൾ വരെ നമ്മുടെ അച്ചാർ കേടാകാതെ ഇരുന്നോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പികളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക്